വാ വാ, നീ വന്നേ. വാ. ഇല്ല പൊന്നുസേ, ഞാൻ വരത്തില്ല. യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും. നീ തട്ടി തപ്പിക്കോ. നീ ഇട്ടി സോസിലൊന്നും പോകുന്നില്ലല്ലോ. അവരുടെ പ്രായമാണോ നിനക്ക്? പക്ഷെ അവരെക്കാൾ നല്ല വെടിക്കാരി ഞാനല്ലേ. കോശി, ശോശ വരുന്നില്ല, നീ വിട്ടോ. ഇവരെ നീ സേഫായി വീട്ടിലെത്തിക്കില്ലേ? ചത്തിട്ടായാലും എത്തിച്ചിരിക്കും ചേട്ടാ. Are they? I think it's a rifle from Mendes. Güzel. നീ ആളെ വെടിവെക്ക്. അവൻ പേര് വരുന്നത് അടിക്ക്. ആളെ വെടിവെക്ക്. ഷൂട്ടിംഗ് എന്റെ ഹോബി മാത്രം എല്ലാവർക്കും പറയാം. തോർക്കാൻ വരരുത്. സ്നൈപ്പർ ഉണ്ട് കോപ്പ്. നമ്മുടെ നടേശന് അടി കിട്ടി. തീ മഴ അങ്ങ് വരുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാ. ആ ഏരിയയിൽ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല. ചിരിയൊക്കെ അങ്ങ് മാറും. അപ്പൊ ഇത് നമ്മുടെ കൈ നിൽക്കൂല. ലോനപ്പൻ ചേട്ടായി വോൾട്ട് തുറന്നു കൊടുക്ക്. പിള്ളേരെടുത്ത് അടിക്കട്ടെ. എടുത്ത് പൊട്ടിക്കണം ചേട്ടായി. കാരണവന്മാർ അതിനൊക്കെ എടുത്ത് വെച്ചേക്കുന്നേ.
ആ വോട്ടൊക്കെ തുറക്കു ചേട്ടായി. തുറക്കാം, പക്ഷെ താക്കോൽ അവറാന്റെ കയ്യിലാണ്. കുട്ടപ്പായി, ഓ തൽക്കാലം തോട്ട എടുത്തങ്ങ് എറിയ. കോറ്റോ മോനെ, വോൾട്ട് തുറക്ക്. ബിഗ് ബോർ എടുത്ത് അടിക്ക്. ക്ലബിൽ കയറിയന്മാരെ വെറുതെ വിടരുത്. ചെയ്യാൻ ചേട്ടാ. ഗൺസ് എവിടെപ്പാ? നീ അപ്പന് നേരെ തോക്ക് ചൂണ്ടാറായ? എന്നാ വെക്കടാ, കാണട്ടെ. കിട്ടി, കൂടുതൽ മൂപ്പിക്കണ്ട. അവൻ എന്റെ വിത്ത, ചിലപ്പോ പൊട്ടിക്കും. ഇത് നിങ്ങളും അവറാനുമായിട്ടുള്ള കളിയാന്ന് എനിക്കറിയാം. ഗൺസ് എവിടാന്ന് പറ. മാറ്റിയത് ഞങ്ങൾ തന്നെയാണ്. ഒരു ഇൻസ്പെക്ഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. കാർന്നോന്മാര് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച സാധനങ്ങളാ. പുരാവസ്തുക്കാര് കെട്ടിപ്പറിക്ക് പോകാനേ ഈ ലോനപ്പൻ ഒട്ടുങ്ങണം. അതുടനെ നടക്കുമെന്നാ. ഇടച്ചെറുക്ക, സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് കുടുംബത്തിലുണ്ടാ. ചെത്ത് ഇപ്പൊ എല്ലാവരും സേഫായല്ലോ. ഇയാളും ഇയാളുടെ ആ മാനസപുത്രനും സകലവരെ കൊലയ്ക്ക് കൊടുക്കും. നോക്കിയോ?
ये आपा एकदम घटिया प्लान था तेरा. Anna, I think we should wait. സുള്ളിന് ഞങ്ങളെ ഷാർപ്പ് ഷൂട്ടേഴ്സും കുറച്ച് ബാക്കപ്സും വരുന്നുണ്ട്. Let's wait till they get here. We are gun traders, not shooters. ഇത് അവന്മാരുടെ ഷെൽസാ. 7.62 mm കാലിബറിന്റെ സാധനങ്ങളുണ്ട്. 10-20 പേരും. അതിലൊരു 3 പോയില്ലേ അവരാണ്. ഡെഫിനറ്റ്. ബാക്കി ഒരു 12-13 കൂട്ടിയാൽ മതി. ആ നിക്കറിട്ട കഴിവർ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട്. പിന്നെ അവരിൽ 1-2 പേര് കൊള്ളാം. ബാക്കിയെല്ലാം വെറും അഭ്യാസ പ്രകടനം. അതെ. വെറുതെ കടന്ന കാരണം പറയും, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. മൂപ്പരടങ്ങിയിരിക്കൂല. അയാളെ ഇളയ മോനെ ഇവർ കാച്ചി. അത് ചോദിക്കാൻ വന്ന മൂത്ത മോനെ ഈ ഏച്ചി. ഇത് കേട്ടോ? അങ്ങനെയല്ല മിസ്റ്റർ ഷാജഹാൻ. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ആ കുട്ടി ദേവാംഗം മരണം നിരന്ന് വാങ്ങിയതാണ്. കിട്ടി. ഇനിയിപ്പം നീ കൊന്നാണെ തന്നെ എന്നാ കുഴപ്പം? കുടുംബത്തൊരുത്തം കയറി നെഞ്ചത്തോട്ട് തോക്കിയുണ്ടിയാ പിന്നെ എന്നാ കാണിക്കണം? അല്ല പിന്നെ ജോഷി അച്ചോ, ഒളിച്ചു നിൽക്കാൻ മുമ്പോട്ട് കയറി പാവബോധം ഒന്ന് മാറ്റി കൊടുക്ക്. ഹിംസയെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി സൂക്തങ്ങൾ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലും ഈ വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ വരികളാണ്. വിശപ്പിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റൊരു ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ല. തട്ടാ. ഇനി എന്നാ വേണ്ടേ? പിന്നെ അത്രേ ഉള്ളൂ. तूने जाके पुट्टू खड्डा खा गया. सबको लेके जा. मैं जाता हूँ. You always do this. You never listen to me. നിങ്ങൾ അവരെ കണ്ടിട്ടില്ല. When I went to the club, അവർ കൂളായിട്ടിരുന്ന് കാർഡ് കളിച്ചുകൊണ്ടായിരുന്നു. And still they shot all of us. Imagine how brutal they'll be if they're prepared. നമ്മുടെ ഇനി ആകെ 45 ബുള്ളറ്റേ ഉള്ളൂ. ഇത് വെച്ച് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്ന് പറ. ഉണ്ടയുടെ കാര്യം വിട്. ഒന്നിച്ച് നിന്നാ മതി. പട്ടി കടിക്കാൻ വരുമ്പോൾ പട്ടിയുടെ കേസ് വിടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അളിയാ? കാര്യം ഉണ്ടളിയാ. പിന്നെ അവറാനെ, അവര് 13 പേര്, ഒരുത്തന് 3 ഉണ്ട വെച്ച് കണക്കാക്കാം. നമ്മൾ എണ്ണം പറഞ്ഞ വെടിക്കാരാണെങ്കിൽ 6 ഉണ്ട മിച്ചം വരണം. നിലം വിറച്ചാലും കരം വിറയ്ക്കരുത്. Anna, they're not wasting any bullets. We shouldn't either. I'm sorry.